നമ്മുടെ വീട്ടിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീടിൻ്റെ തന്നെ മച്ചിൻ്റെ ഭാഗത്ത് ഒരു കോണി കൊടുക്കുന്ന വീഡിയോ ആണ്. കോണി കൊടുക്കുക, പിന്നെ മച്ചിൻ്റെ കൈവരി കൊടുക്കുക, അതൊക്കെയാണ് ഇന്നത്തെ വർക്ക് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇത് ചെയ്യുന്ന കൈവരി, അതായത് കോണിയുടെ മെയിൻ കൈവരിയാണ്. രണ്ടാം നില എന്ന് പറയാൻ പറ്റില്ല, മച്ചിൻ്റെ മുകളിലുള്ള ഏരിയ. അത് നമുക്കൊരു കൈവരി വെച്ച് നല്ല മനോഹരമാക്കി എടുക്കാം. നമ്മളടുത്ത് ഓൾറെഡി കുറച്ച് കമ്പികൾ ബാക്കി ഉണ്ടായിരുന്നു. നമ്മൾ വീടിൻ്റെ വർക്കിന് വീടിന് മൊത്തത്തിൽ നമ്മൾ കമ്പി വാങ്ങിയിട്ടില്ല 1,26,000 രൂപയ്ക്കാണ്. ഇതിലെനിക്ക് തോന്നുന്നു കുറച്ച് കമ്പികൾ നമ്മളടുത്ത് ബാക്കിയുണ്ട്. അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മൾ ചാനലിടാം. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മച്ചിൻ്റെ വർക്ക് കുറച്ച് പെൻഡിങ് ആയിരുന്നു. അത് ഇപ്പോൾ തുടങ്ങിയ മുതൽ നമ്മൾ ഡെയിലി വർക്ക് ഉണ്ട്. ഇപ്പോൾ അവർ മൊത്തം തേച്ച് പോയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് വന്ന് ലാസ്റ്റ് നമ്മൾ മച്ചിൻ്റെ ലാസ്റ്റ് ക്ലോസ് ചെയ്യുള്ളൂ. ഇതിങ്ങനെ മുകളിലേക്ക് പൊന്തും. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിലുണ്ട്. നല്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പൊന്തനെന്നും എവിടെയാണ് ഇരിക്കുക എന്നൊക്കെ ഉള്ളത്. ഇതിൽ ഈ തരത്തിലുള്ള കാലുകൾ ഒരു 3 ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഗ്ലാസ്സാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളത്. ഗ്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര ബഡ്ജറ്റ് ഇറക്കിയ ഗ്ലാസ് ആണല്ലോ. കാരണം നമ്മൾ എന്താ പറയുക, ഗ്ലാസ്സൊക്കെ ടഫ്ലോൺ ചെയ്ത ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അതിന് വേറെ കംപ്ലൈൻറ്റുകളൊന്നും വരില്ല. അതിൻ്റെ ഒരു കൂട്ടുകാരൻ ഗിഫ്റ്റ് തന്നതാണ്. അവൻ്റെ ആവശ്യത്തിന് ഇനി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗിഫ്റ്റ് തന്നതാണ്. അങ്ങനെ നമ്മൾ മുകളിലുള്ള കാലുകളുടെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. കാലുകൾ മൊത്തം എല്ലാ ഭാഗത്തു കൂടിയും കാലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മുടെ അടുത്തുള്ള കമ്പികളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ വരുമ്പോൾ ഒന്ന് കയറി കാണണേ. നിങ്ങൾക്ക് ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലുണ്ട്. ഇത് ഏകദേശം ഹാളിൻ്റെ മച്ചിൻ്റെ ത്ലാനടിക്കലും കമ്പിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കാണുന്ന ഈ ഭാഗമല്ലേ, ഇതാണ് നമ്മുടെ ഏരിയ കേട്ടോ. അതായത് ഇത്രയും ഏരിയയാണ് നമുക്ക് മച്ചായിട്ട് ഉപയോഗിക്കാനുണ്ടാവുക. കൈവരിയാണ് ആ കാണുന്നത് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ കൈവരിയും കാര്യങ്ങളുമാണ്. ഇനി ഇതിൻ്റെ താഴെയൊക്കെ നമുക്ക് ഗ്ലാസ് വരും. അങ്ങനെ ഇതാണ് ഗ്ലാസ് കേട്ടോ. ഇതിൻ്റെ ഇതേപോലത്തെ 3 ഗ്ലാസ്സാണ് നമുക്കുള്ളത്. അതിൽ നമ്മൾ ഗ്ലാസ് മൊത്തം ഇട്ടിട്ടില്ല കേട്ടോ. കാരണം ഗ്ലാസ് ഇടേണ്ട കാര്യമില്ല, നമ്മൾ അവിടെ ഒരു സ്പേസ് ഇട്ട് വെച്ച് പോയിട്ടുള്ളതാണ്. കാരണം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പോൾ ചെയ്തിട്ട് ലാസ്റ്റ് ഇതിൻ്റെ മൊത്തം വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ കാണാം. കാരണം ഇനിയിപ്പോൾ വർക്ക് വരുന്നതിൽ എന്തെങ്കിലും തട്ടിലോ മുട്ടിലൊക്കെ ഉണ്ടായാൽ ഗ്ലാസ് പൊട്ടിപ്പോകും. ഇതിപ്പോൾ നമ്മൾ മുകളിലേക്കുള്ള ബൽക്കണില്ലേ, അതിൻ്റെ കൈവരീൻ്റെ വർക്കാണ് കേട്ടോ നടക്കുന്നത്. അത് നമ്മൾ ആഗ്രഹിച്ച പ്രകാരം തന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനൊരു 5-6 കൈവരിറ്റ് മൊത്തം കൊടുത്തിട്ടുണ്ട്. കൈവരിയല്ല, കൈവരീൻ്റെ സപ്പോർട്ട്. ഇതൊക്കെയാണ് നിങ്ങൾ കാണാത്ത കാഴ്ചകളൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് നമ്മളെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വെറൈറ്റികൾ നമ്മളെ ചാനലുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ വർക്ക് ചെയ്തത് കേട്ടോ. കൈവരി കൊടുത്ത് നമ്മൾ നോക്കുമ്പോൾ അത് ഒന്നും കൂടി ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 3 കമ്പിയായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ നമ്മളത് 6 കമ്പിയാക്കി മാറ്റി. അത് 6 കമ്പി പറഞ്ഞാൽ 6 പിടി. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ആകെ 3 കൊടുത്തിട്ടുള്ളൂ. അത് നമ്മൾ 6 കാലാക്കി മാറ്റി. അപ്പോൾ ഒന്നും കൂടി സ്ട്രോങ് ആയി. അത് നമ്മൾ എല്ലാവരും മുകളിലേക്ക് കയറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് മുകളിലേക്ക് പോയാൽ തന്നെ അതിൻ്റെ വൈബ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഒന്നുകൂടി കൈവരിയൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കിയെടുത്ത്.
ഇനി ഇതിൻ്റെ വർക്ക് തന്നെ നമ്മൾ എന്താണ് ചെയ്തു വെക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഒരുപാട് ദിവസത്തെ വർക്കാണ്. നമ്മളിത് മച്ചിൻ്റെ വർക്ക് പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ച് അങ്ങനെ വൈകിപ്പോയതാണ് ഒരുപാട്. ഒരു പ്ലേറ്റ് പോലെയാണത്. ആ പ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലേറ്റിലാക്കിയാണ് നമ്മൾ പിന്നെ ചെറിയൊരു തൂണ് വെച്ച് ഈ കാണുന്ന തൂണില്ല, ഇത് അതേപടി നമ്മൾ അവിടുന്ന് പ്ലേറ്റ് വെച്ചാൽ പക്ഷേ മുകളിലത്തെ ഇത് പവറിലാക്കുന്നുണ്ട്. നമ്മൾ അവിടെയും കൂടി ഒരു പിടുത്തം കൊടുക്കണം. കാരണം മുകളിൽ ഇത്രയും വെയിറ്റ് വരുമ്പോൾ കണ്ട കോൺക്രീറ്റ് വെയിറ്റിൻ്റെ തൊഴിൽ നല്ല വെയിറ്റ്. കപ്പിയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആദ്യം ഒരു കപ്പി നമ്മൾ ആ കയറിനോട് ചേർന്ന് തന്നെ, അതായത് ചുമരിനോട് ചേർന്ന് കൊടുത്തു ഒരു കപ്പി. അതിനുശേഷം രണ്ടാമത്തെ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കപ്പിയും കൊടുത്തു. രണ്ടാമത്തെ കപ്പി എന്നാലേ നമുക്കത് വലിക്കുമ്പോൾ സ്മൂത്തായിട്ട് പോരാൻ കഴിയുള്ളൂ. അതായത് ഒരു ഭാഗത്തുനിന്ന് കയറിങ്ങനെ ഉണ്ടായിരിക്കും, ആ കയർ രണ്ടാമത്തേൽ കയറി മൂന്നാമത്തേന്ന് വലിക്കുമ്പോൾ നല്ല സ്മൂത്തിൽ കയറിപ്പോകും. അങ്ങനെ നമ്മളെ മുകളിലത്തെ വർക്ക് അതിൻ്റെ കഴിഞ്ഞു കേട്ടോ. അതായത് എന്താ പറയുക, നമ്മളെ കപ്പി വെച്ച് കഴിഞ്ഞു. കപ്പിക്ക് ഒന്നിന് റേറ്റ് വന്ന് 130 രൂപ കേട്ടോ. അതായത് 2 കപ്പി വന്നു. പിന്നെ നമ്മൾ കയറിപ്പോൾ തൽക്കാലം നമ്മളെ കയ്യിലുള്ള കയർ തന്നെയാണ് കൊടുക്കുന്നത്. മറ്റേ സ്ഥിരമായിട്ട് അവിടെ വയ്ക്കുന്ന കയർ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടേ വാങ്ങുള്ളൂ, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ആ ഒരു റേഞ്ചിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളതിൽ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം. നമ്മളങ്ങനെ പൊന്തിച്ച് നോക്കി, ഒരളവെടുത്തു. അളവെടുത്തപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്തപ്പോൾ നല്ല അടിപൊളി വർക്കായിട്ടുണ്ട് തോന്നി. അത് കഴിഞ്ഞ് നമ്മൾ ബെൽഡിങ് കൊടുക്കുക കേട്ടോ. അതായത് താഴത്തൊക്കെ നമ്മൾ ചെറിയ ചെറിയ സോൾഡറിങ് ഒക്കെ വിട്ട ഏരിയയിലൊക്കെ മൊത്തം ബെൽഡിങ് കൊടുത്ത് നല്ല വൃത്തിയായിട്ട് വയ്ക്കുകയാണ്. അങ്ങനെ നമ്മൾ അവസാന ഘട്ടം എത്തിയിട്ടോ. അവസാന ഘട്ടം നമ്മുടെ കോണി മുകളിലേക്ക് ഉയരാനുള്ള എല്ലാവിധ വർക്കും കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഒരു സൈഡിന് കയറ് കെട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു പൈപ്പ് കൊടുക്കുക കേട്ടോ. ആ പൈപ്പും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കയറാവുമ്പോൾ ലോക്ക് ചെയ്യായി. കണ്ടില്ലേ, ചെറിയൊരു കമ്പി അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു കയറെടുത്തു, കയറ് നേരെടുത്ത് കെട്ടി നല്ല വൃത്തിയായിട്ട്. ഇപ്പോൾ തൽക്കാലം ഒരു കയറെടുത്ത് കെട്ടുക എന്നുള്ളൂ കേട്ടോ. കയറെടുത്ത് കെട്ടി നല്ല വൃത്തിയായിട്ട് വെച്ചു. നമ്മൾ മുകളിലേക്ക്
അല്ലേ, അവിടെ നിന്ന് കെട്ടിവെച്ചു. അത്ര വരുള്ളൂ. ആ വർക്ക് കഴിഞ്ഞ് അത് കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ പിന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. നേരെ കപ്പിയൊക്കെ വെച്ചതാണ്. നമ്മൾ നേരെ മുകളിലേക്ക് എടുത്തു. അതിൽ കോണി നമ്മൾ വെറുതെ ഒരു സപ്പോർട്ട് കൊടുക്കുക. കാരണം സപ്പോർട്ട് വേണമെന്നില്ല, കയറ് മാത്രം വലിച്ചാൽ മതി. പക്ഷേ നമ്മളൊരു സപ്പോർട്ടും കൂടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സാധനം മുകളിലേക്ക് വരും. ഇതാണ് നമ്മുടെ ഇത്. താഴത്തെ ആങ്കർ ബോൾട്ടിലാണ് നമ്മൾ ലോക്ക് ചെയ്യുക കേട്ടോ. കുട്ടികൾക്കൊന്നും എത്താത്ത ഹൈറ്റിലാണ് നമ്മൾ ലോക്ക് ചെയ്യുക. അപ്പോൾ അത് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു രസമുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. നമ്മുടെ വീട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക. ഒരുപാട് ഡെയിലി ഓരോ വീഡിയോ നമ്മുടെ ചാനലുണ്ട്. നമ്മുടെ വീടും പുറത്തുള്ള പല വീടുകളെ പറ്റിയുള്ള വീഡിയോ നമ്മുടെ ചാനലുണ്ട്. നിങ്ങളൊന്ന് കയറി കാണുക, ഇഷ്ടപ്പെടും. താങ്ക് യു.